أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഓതിക്കേട്ട ആയത്ത് സൂറ ബഖറയിലെ 31-ാമത്തെ വചനമാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു ഇതിൻ്റെ തുടർന്നുള്ള തഫ്സീറിൽ പറയുന്നു, ഇനി ഞാൻ വിശുദ്ധ ഖുർആൻ്റെ മറ്റു വചനങ്ങളുടെ വെളിച്ചത്തിൽ ഈ ആയത്തിലെ തന്നെ ചില വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. ആദ്യമായി ഞാൻ ഹസ്രത്ത് ആദം അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള പരാമർശം തന്നെ എടുക്കുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യ സംവിധാനത്തിൻ്റെ ആദ്യ കണ്ണിയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരിൽ ദൈവിക വെളിപാടിൻ്റെ ശൃംഖല ഇവരിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്, അഥവാ ഹസ്രത്ത് ആദം അലൈഹി ഇസ്ലാമിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഞാൻ ആദ്യമായി ഈ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദം അലൈഹി ഇസ്ലാമിൻ്റെ പരാമർശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത് മനുഷ്യ വംശത്തിൻ്റെ മനുഷ്യ ആ സൃഷ്ടിപ്പ് ആദം അലൈഹി ഇസ്ലാം മുഖേനയാണ് എന്നൊരിക്കലുമല്ല. അതോ സർവശക്തനായ ദൈവം ഒറ്റയടിക്ക് ഒരു മനുഷ്യനെ, അതായത് ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുകയും പിന്നെ ആദം അലൈഹി ഇസ്ലാമിൻ്റെ വാരിയലിൽ നിന്നും അവന് വേണ്ടി ഭാര്യയെ ഉണ്ടാക്കി പിന്നെ അവരിൽ നിന്നും മനുഷ്യ ശൃംഖല വ്യാപിക്കുകയുണ്ടായി എന്നുമല്ല. ഇത്തരത്തിലുള്ള ചിന്താഗതിക്കുള്ള സത്യസാക്ഷ്യം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരിക്കലും തന്നെ ലഭിക്കുന്നില്ല. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ബൈബിളിലും അതുപോലെ തന്നെ മറ്റു ഗ്രന്ഥങ്ങളിലുമാണ് ഉള്ളത്. ബൈബിളിൽ ആദം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു: അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ, അഥവാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ താമസിപ്പിച്ചു. ദൈവം അരുൾ ചെയ്തു, ആദം ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ നാം നൽകും. ദൈവമായ കർത്താവ് ആദമിനെ ഗാഢ നിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്തതിനു ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. ആദമിൽ നിന്നെടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം നൽകി. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ ആദം പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരലിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. ഉൽപ്പത്തിയിലെ അധ്യായം 1-2 വചനങ്ങളാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അതുപോലെ തന്നെ ഹിന്ദു മത വിശ്വാസികൾ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു. ഋഗ്വേദിൽ എഴുതപ്പെട്ടിരിക്കുന്നു, ഈ പ്രപഞ്ചം എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നും അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്നും കൃത്യമായി അറിയാനും പറയാനും ആർക്ക് സാധിക്കും? കാരണം ദേവന്മാരും ഇതിന് ശേഷമുള്ളതാണ്. പിന്നെ ആർക്ക് പറയാൻ സാധിക്കും ഈ പ്രപഞ്ചം എങ്ങനെയാണ് രൂപാന്തരം കൊണ്ടത് എന്ന്? ഹിന്ദുമത വിശ്വാസികളുടെ ഒരു വിശ്വസനീയമായ ഗ്രന്ഥം, അതിൻ്റെ പേര്
ബൃഹദാരണ്യ ഉപനിഷത്ത് എന്നാകുന്നു. അതുപോലെ തന്നെ സനാതന മതവിശ്വാസികളും ആര്യ സമാജക്കാരും ബഹുമാന ദൃഷ്ടിയോടെ നോക്കുന്ന ഈ ഗ്രന്ഥത്തിൽ വേദത്തിൻ്റെ അധ്യാപനത്തിൻ്റെ വിശദീകരണത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ അഥവാ ഈശ്വരൻ ഏകാന്തതയിൽ സന്തുഷ്ടനായിരുന്നില്ല. അതായത് ദൈവത്തിന് അനുഭവപ്പെടുകയാണ് ഒറ്റക്ക് ആനന്ദത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന്. അങ്ങനെ ദൈവം മറ്റൊരു തുണ വേണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ദൈവം സ്വയം വണ്ണം വെച്ചു. എത്രത്തോളം എന്നാൽ 2 പുരുഷനും സ്ത്രീയും ചേർന്നാൽ വണ്ണമുണ്ടാകുമോ അത്രയും. അതിനുശേഷം ഈശ്വരൻ തൻ്റെ വണ്ണമുള്ള ശരീരം 2 ഭാഗങ്ങളാക്കി. ഒരു ഭാഗം പുരുഷനും മറുഭാഗം സ്ത്രീയുമായി. പിന്നെ അതിൽ നിന്നും മറ്റു മനുഷ്യർ ജന്മം കൊണ്ടു. ഇതിനുശേഷം മറ്റു ജന്തുജാലങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ വിശദീകരണത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അങ്ങനെ ആ സ്ത്രീ കാണുകയാണ്, ഈശ്വരൻ തൻ്റെ ശരീരത്തിൽ നിന്നും എന്നെ സൃഷ്ടിച്ചുകൊണ്ട് എന്നോട് സമ്പർക്കം പുലർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദുഃഖഭാരത്താൽ ഒരു സ്ഥലത്തു പോയി മറഞ്ഞിരുന്നു. അങ്ങനെ സ്ത്രീ ഒരു പശുവായി മാറി. അങ്ങനെ ആ പുരുഷൻ്റെ രൂപം ഒരു കാളയുടെ രൂപം സ്വീകരിച്ച് അതിനോട് സമ്പർക്കത്തിലേർപ്പെട്ടു. അങ്ങനെ പശുവിൻ്റെ പരമ്പര ആരംഭിക്കുകയാണ്. ലജ്ജ കാരണം അത് മറ്റുള്ള മൃഗങ്ങളുടെ രൂപം സ്വീകരിച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെ പരമേശ്വരനും അതിൻ്റെ പുരുഷരൂപം സ്വീകരിച്ചുകൊണ്ട് അതിനോട് സമ്പർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെയാണ് എല്ലാ മൃഗങ്ങളും പക്ഷികളും രൂപാന്തരം പ്രാപിക്കുന്നത്. ഇതെല്ലാം വിശദീകരിച്ചതിന് ശേഷം സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു: ഈ എല്ലാ പരാമർശങ്ങളുടെയും വിശദീകരണങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും ഈയൊരു കാര്യം തീർച്ചയായും പ്രകടമാകുന്നുണ്ട്. ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ തുടക്കം ഒരു ജോഡിയായിട്ടാണ്. ചില ആളുകളുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇണ ഉണ്ടായിട്ടുള്ളത് ഈശ്വരൻ്റെ 2 കഷ്ണങ്ങളിൽ നിന്നാണ്. എന്നാൽ മറ്റു ചിലരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മാത്മാവ് 2 കഷ്ണമാവുകയും അതിൽ നിന്നുമാണ് മനുഷ്യ ശൃംഖല രൂപം കൊണ്ടത് എന്നുമാണ്. മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇവിടെ വിവരിക്കപ്പെട്ട പല അധ്യാപനങ്ങളും ആലങ്കാരികമായ പദപ്രയോഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആലങ്കാരികമായാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സാധ്യതയുള്ള കാര്യം എന്നുള്ളത്, പിൽക്കാലത്ത് ഇത് എഴുതിയ ആളുകൾ തുടക്കത്തിലെ വെളിപാടുകൾ ശരിയല്ല എന്ന് ധരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അവരുടെ ബുദ്ധിക്കനുസരിച്ച് കൂട്ടിച്ചേർത്തിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഈ ഒരു ഭാഗത്ത് ഞാൻ ഇത്ര മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. വിവിധ ആധികാരിക ഹിന്ദുമത വേദഗ്രന്ഥങ്ങളിൽ നിന്നും ഏകകണ്ഠമായി കാണപ്പെടുന്ന ഒരു കാര്യം എന്നത് മനുഷ്യവംശത്തിൻ്റെ ശൃംഖല ആരംഭിക്കുന്നത് ഒരു ജോഡിയായിട്ടാണ്. അത് ദൈവത്തിൻ്റെയോ ദേവന്മാരുടെയോ അസ്തിത്വത്തിലൂടെ ഉത്ഭവിക്കുകയുണ്ടായി. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.